ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസമായിരുന്നു. 5 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് BSE കമ്പനീസിൻ്റെ ആഡ് ചെയ്തു. അതൊന്നാമത്തെ കാര്യം. കൂടാതെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബൈയിങ് മോഡിലേക്ക് തിരികെ എത്തി എന്നുള്ളതാണ് ഒരു പുതിയൊരു വാർത്ത. DISന് ഇന്നലെ ഒന്ന് സെല്ല് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. DIS ഇന്നലെ ചെറിയ അളവിൽ, രണ്ടുപേരും ചെറിയ അളവിലാണ് ബൈയും സെല്ലും നടത്തിയിട്ടുള്ളത്. FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ സെല്ല് ബൈ നടത്തിയിട്ടുള്ളത് ഏകദേശം ഒരു 809 കോടി രൂപക്കാണ്. US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ചൈന US-നെതിരെ ഒരു താരിഫ് ഹൈക്ക് ഏർപ്പെടുത്തിയിട്ട് കൂടിയും. എന്നാൽ എക്സ്റ്റൻഡ് മാർക്കറ്റ് അപേക്ഷിച്ചിൽ ഗൂഗിൾ ഏകദേശം ഒരു 9% ഇടിവ് US-ൽ കണ്ടു. ചിപ്പിൻ്റെ എല്ലാം തന്നെ, ക്ലൗഡ് സെയിൽസ് എല്ലാം തന്നെ കുറഞ്ഞതുകൊണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ തന്നെയാണുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എല്ലാ ഇൻഫോസിസും, വിപ്രോയും, HDFC ബാങ്കും, ICICI ബാങ്കും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതായത് ഇന്ത്യൻ കമ്പനികൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ നെഗറ്റീവായിട്ടുള്ള പ്രകടനം ഇന്ത്യൻ മാർക്കറ്റിലും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് പ്രതിഫലിച്ചേക്കാം. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ആണെങ്കിൽ പോസിറ്റീവായിട്ടും പ്രതിഫലിച്ചേക്കാം. ഇന്നലെ ഈ പറഞ്ഞ ഇന്ത്യൻ കമ്പനികൾ പോസിറ്റീവായിട്ട് തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത് US മാർക്കറ്റിൽ. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കും മ്യൂച്വൽ ഫണ്ട് അതല്ലെങ്കിൽ ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിൻ്റെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. സ്റ്റോക്ക് ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യം സൊമാറ്റോ GST ടാക്സ് ഡിമാൻഡ് ഏകദേശം 6 crores അവർക്ക് GST അതോറിറ്റീസ് കൊടുത്തു. ഹീറോ മോട്ടോകോർപ്പിനും അതുപോലെ തന്നെ GST പെനാൽറ്റി 456 കോടി രൂപയുടെ കിട്ടി. ഇന്നലെ ഓഡി പോലെയുള്ള കമ്പനീസിന് ഹ്യൂജ് GST പെനാൽറ്റി എല്ലാം തന്നെ കൊടുത്ത ന്യൂസ് നമ്മൾ ഇന്നലെ പേപ്പറിൽ കണ്ടിരുന്നു. അത് നമ്മളായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ജസ്റ്റ് ഒന്ന് അവയർനെസ്സിന് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. സൺഫാർമ GST പെനാൽറ്റി 160 കോടി രൂപക്ക് GST പെനാൽറ്റി അവർക്ക് കിട്ടി. RVNL കമ്പനി 404 കോടി രൂപയുടെ ഓർഡർ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കിട്ടി. JJ കെമിക്കൽസ് കമ്പനി ഈ GST ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കിട്ടിയെന്നുള്ളത് ഓർഡർ കിട്ടിയതല്ല കേട്ടോ, GST പെനാൽറ്റി ചുമത്തിയതാണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. JJ കെമിക്കൽസ് കമ്പനി 10 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. മഫത്ലാൽ ഇൻഡസ്ട്രീസ് കമ്പനി 17 നിന്ന് 24 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ടോറൻറ്റ് പവർ നെറ്റ് പ്രോഫിറ്റ് 31% ഉയർന്നു, 489 കോടി രൂപ കരസ്ഥമാക്കി. മാക്സ് ലൈഫ് അവർ ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം തന്നെ അവർ റൈസ് ചെയ്യുന്നുണ്ട്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് 1300 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. വേൾപൂൾ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 57% ഇയർ ഓൺ ഇയർ ഉയർന്നു, 44 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗാന്ധാരി ഓയിൽ റിഫൈനറി കമ്പനി 59% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞു. ടാറ്റ പവർ ഇയർ ഓൺ ഇയർ 8% നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു, 1031 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 5% ഉയർന്നു. റെലിഗിയർ എൻ്റർപ്രൈസസ് കമ്പനി ലോസ് റിപ്പോർട്ട് ചെയ്തു, 43 കോടി രൂപ ലോസ്. കഴിഞ്ഞ തവണ 19 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. PC ജ്വല്ലേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റിലാണ് കമ്പനി ഉള്ളത്, 148 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തി. ഗ്ലോബൽ ഹെൽത്ത് 16% പ്രോഫിറ്റ് ഉയർത്തി, 143 കോടി രൂപ. ധനലക്ഷ്മി ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 6.5 മടങ്ങ് ഉയർന്ന് 20 കോടി രൂപ കരസ്ഥമാക്കി. GK ടയർ കമ്പനി ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് 72% കുറവുണ്ടായി, 51 കോടി രൂപ മാത്രം കരസ്ഥമാക്കി. ഗ്രീസ് വെഞ്ചേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് ഉയർന്നു. ടൈറ്റാൻ നെറ്റ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്, 1047 കോടി രൂപയാണ്. സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനേക്കാളും താഴെയാണ് ടൈറ്റാൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ബിർള കോർപ്പ് നെറ്റ് പ്രോഫിറ്റ് 71% ഡൗൺ ആയി, 31 കോടി രൂപ. ആസാദ് എഞ്ചിനീയറിംഗ് നെറ്റ് പ്രോഫിറ്റ് 16 നിന്ന് 24 കോടി രൂപയിലേക്ക് ഉയർന്നു. ഭാരത് ബിജ്ലി നെറ്റ് പ്രോഫിറ്റ് അവർ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്, 29 നിന്ന് 40. ഏഷ്യൻ പെയിൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 23% ഡിക്ലൈനായി, 1110 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്.
1447 കോടി രൂപ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇയർ ഈ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡബിലിറ്റി ടാബിൽ ലഭ്യമാണ്. IPOയും റിസൾട്ട് കലണ്ടർ അനൗൺസ്മെൻ്റ് എല്ലാം തന്നെ. അപ്പോൾ ട്രേഡബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ള ആളുകൾ അത് ആക്സസ് ചെയ്യാം, ഫ്രീ ആണ്. താങ്ക് യു.